ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു ദിവസം 2 ദിവസമായി ആയിട്ടുണ്ട്. അപ്പം ഈ ചൂരൽമല ദുരന്തം നേരിട്ട് കണ്ട ഒരു വ്യക്തിയെ എനിക്കറിയാം. അപ്പോൾ അവരെ തേടിയുള്ളൊരു യാത്രയാണ്. ചെണ്ടുണ്ടോ നല്ല സുന്ദരമായ തേയിലത്തോട്ടങ്ങളും പിന്നെ പുക പിടിച്ച് കിടക്കുന്ന മലനിരകളും ഒക്കെ സുന്ദരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറയാം. അപ്പോൾ ചൂരൽമലയിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഞങ്ങൾ അതുവരെ ചെന്നപ്പോഴാണ് അത് അറിയുന്നത്. അപ്പം അവിടെ എത്ര സുന്ദരമായിട്ട് ഒഴുകുന്ന ചെറിയ ചെറിയ നദികളാണെന്ന് തോന്നുന്നു. എത്ര സുന്ദരമായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത് നോക്കിക്ക്. പിന്നെ നല്ല പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാം. പ്രകൃതി സുന്ദരമായ സ്ഥലം. അത്ര നല്ല, എനിക്ക് എല്ലാവരും കണ്ട് നിന്ന് നോക്കും. അത്രയും സുന്ദരമായ സ്ഥലമാണിത്. കണ്ടോ, ചെങ്കുത്തായ മലകൾ കാണുമ്പോൾ പേടിയാകും. അന്ന് പിന്നെ ഇതേപോലെ ഒരു വലിയ മലയാണല്ലോ പിന്നെ പൊട്ടി വീണ് കുറേ മനുഷ്യൻ്റെ ജീവൻ ഒടുക്കിയ ഒരു മല ഇതേപോലത്തെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ ഒരു ഭീകരാവസ്ഥയാണ് തോന്നിയത്. അപ്പം എന്താ പറയുക, ആ ആളെ തേടിയുള്ള യാത്രയിലാണ് ഞാൻ. അപ്പം വണ്ടിയിലിരുന്നിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾ അന്ന് രാത്രി ഇത് സംഭവം അറിഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണോ നേരം? അപ്പോഴാണ് 8 മൃതശരീരം കണ്ടത്. അവരെ പിന്നെ എന്നിട്ട് ശവശരീരം എടുത്തു വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയത് അങ്ങനെ രാത്രി. പിന്നെ പുതിയ വില്ലേജ് റോഡ്, ടൗണിന്റെ ബാക്കിൽ, പിന്നെ അമ്പലം നിന്നതിന്റെ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലുണ്ടായി. ഞങ്ങൾ കുറച്ച് അട്ടമ്പലക്കാർക്ക് പറ്റും പോലെ ഉള്ളത് അവിടെ ചെയ്ത്. ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഒരു കാരണവരുണ്ട്, ബാലകൃഷ്ണൻ എന്ന് പറയും. മൂപ്പരാണ് അതിൽ ഏറ്റവും കൂടുതൽ. ബാലകൃഷ്ണൻ നമ്മളെപ്പോഴൊന്നും എല്ലാം ചളിയിലൊന്നും ഇറങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ കാലിന് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ നിതീഷ്, രാജൻ, ഇവരൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട്. അവരെയാണ് ഇവിടെ ആ ബോഡികളൊക്കെ പോയി എടുത്തു. സതീഷ് എന്ന് പറയും. ഇവരൊക്കെയാണ് പോയി എടുത്ത് ആ ബോഡികൾ എടുത്ത് കുറച്ച് ചെയ്ത് കറക്കി. അപ്പോഴത്തേക്കും 24 hour തന്നെ വിളിച്ചു. ബോഡിയുണ്ട്, 2 ബോഡി ഞങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ ഒരു ലൈവായിട്ട് കാര്യങ്ങൾ കണ്ട ഒരാളാണല്ലേ നിങ്ങൾ? ഏറെക്കുറെ ഞങ്ങൾ കണ്ട പോലെയാണ്. കണ്ട പോലെയല്ല, കണ്ടു എന്ന് തന്നെ പറയാം. കാരണം എല്ലാത്തിനും അവസ്ഥ ഞാനപ്പം തന്നെ 24 hour തന്നെ ചോദിച്ചു. പുത്തുമല പൊട്ടി പച്ചക്കറിയിൽ അതുപോലെയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുപോലെയല്ല, അതിനും മേലെ അതിഭയാനകാന്ന് പറഞ്ഞത്. കാരണം അത്ര മേലെന്ന് പൊട്ടിയിട്ടാണ് വരുന്നത്. അത്രമാത്രം വീടുണ്ട്. ഞങ്ങൾക്ക് മുഖാമുഖം അറിയുന്ന ആളുകളാണ് മൊത്തം. ഈ ചൂരമലയായാലും കൊത്തുമലയായാലും മുണ്ടക്കായാലും അട്ടമലയായാലും പരസ്പരം എല്ലാവർക്കും മുഖാമുഖം അറിയും. കാരണം ഒരാളെ അറിയാത്തണ്ടാവില്ല. രണ്ടാമെ തന്നെ അത് വല്ല ഭായിമാരോ പുതിയതായി വന്ന ആളുകളോ അങ്ങനെ ഉണ്ടായിരിക്കും. അതെല്ലാവർക്കും ഞങ്ങൾക്ക് മുഖാമുഖം അറിയുന്നവരാണ്. പിന്നെ ഓരോരുത്തരുടെ വീടും ഇന്ന സ്ഥലത്താണ് ഇന്ന ഒരു വീട് വരി, ഇന്ന ആളെ വീട് വരികയാണ്, ഇങ്ങനെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അത് പോയത് മൊത്തം നമുക്കറിയാം. ആ വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആകെ നേരം വെളുത്തപ്പോഴാണ്. ഇപ്പം നിങ്ങളുടെ നിലവിലെ അവസ്ഥ, വീട് നഷ്ടമായി ഞങ്ങളെ ആ ഭാഗത്ത് പറഞ്ഞാൽ ഒരു 8 വീട്ടുകാരുണ്ട്. ആ 8 വീട്ടുകാരും ഞങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞങ്ങളൊന്നും കരയാൻ വരെ പറ്റില്ല. കാരണം അത്ര വലിയൊരു കൊക്കയിലൊക്കെ ഞങ്ങൾ പോവുക. കേറാത്തോണ്ട് കേട്ടിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ ഞങ്ങൾ പോവുക. ഇതിലും വലിയ ഭീകരാവസ്ഥയിലാണ് അവർ കടന്നു പോയിരിക്കുന്നത്. പക്ഷെ അവർ എന്നോട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഒരേ കാര്യം പറഞ്ഞപ്പം എനിക്ക് ആ ഞെട്ടൽ മാറിയിട്ടില്ല. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആൾക്കാരാണ്